ദൂരെ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. അന്റാർട്ടിക്കയുടെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. കടലിൽ ഈ തിമിംഗലം ഇങ്ങനെ ഊളയിടുമ്പോൾ അതിൻ്റെ വാല് പുറത്തേക്ക്, വാല് മാത്രം കാണും. ആ വാലാണ്, തിമിംഗലത്തിൻ്റെ വാലാണ് ഇവരുടെ സിമ്പൽ. പണ്ട് സൗത്ത് അമേരിക്കയിലെ കുറ്റവാളികളെ ജയിലിൽ പാർപ്പിച്ചിരുന്ന വലിയൊരു ജയില് മാത്രമായിരുന്നു ഓഷുവായിലുണ്ടായിരുന്നത്. ഒരു 10-15 കമ്പാർട്ട്മെൻറ്റുകളുള്ള, നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു നാരോ ഗേജ് ട്രെയിൻ. ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ ബാക്ക് പേജിൽ എൻഡ് ഓഫ് ദ വേൾഡ് ഓഷുവായ എന്ന് പറഞ്ഞിട്ടുള്ള സീലടിച്ച് തരും. രാത്രിയിൽ സമൃദ്ധമായ ജാപ്പനീസ് ഫ്രൈഡ് റൈസ് തീറ്റയൊക്കെ കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റു. രാവിലെ ഈ നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് സൂര്യോദയം കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് കപ്പലിൻ്റെ ഡോക്കിലേക്ക് ഓടി. ഉണ്ണിയും നൗഷാദും അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സൺറൈസിൻ്റെ കുറേ മനോഹരമായിട്ടുള്ള ഷോട്ടുകളൊക്കെ എടുത്തു. എനിക്ക് വേണ്ടിയിട്ട് ഉണ്ണി ചില ഷോട്ടുകൾ എടുത്തു. ഉണ്ണി ഈ ചേർത്തലയിൽ സെല്ലുലാർ വേൾഡ് എന്ന് പറയുന്ന മൊബൈലിൻ്റെ ഒരു വലിയ ഷോറൂം ഓണറാണ് ഉണ്ണി. ഉണ്ണി അവിടെ ചേർത്തലയിൽ ഇതിൻ്റെ വലിയ സെല്ലുലാർ വേൾഡ് എന്നുള്ള പേരിൽ ആദ്യകാലത്തെ മൊബൈൽ ഷോപ്പാണ് ചേർത്തലയിലത്തെ. പിന്നീട് വലിയ പല ബ്രാൻഡുകൾ അവിടെ വന്നിട്ടും സെല്ലുലാർ വേൾഡിൻ്റെ ഒരു കച്ചവടം പിടിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം നാട്ടുകാരും ഉണ്ണിയും തമ്മിലുള്ള ഒരു ആ സെല്ലുലാർ വേൾഡുമായിട്ടുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആണ്. സിനിമാക്കാരൊക്കെ മൊബൈൽ ഫോണുകൾ പുതിയത് മേടിക്കുന്നത് ഉണ്ണിയുടെ കയ്യിൽ നിന്നാണ്. ഞാനും റീസെൻ്റ്ലി ഒരു iPhone 16 Pro Max ഉണ്ണിയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. വളരെ റീസണബിൾ റേറ്റാണ്. നൗഷാദ് ഖത്തറിലും ദുബായിലുമൊക്കെ ഈ ഞങ്ങൾ ടച്ചിങ്സ് ഫാക്ടറി എന്നാണ് പറയുന്നത്. ഈ ചിപ്സ്, മിക്സ്ചർ, നമ്മുടെ കപ്പലണ്ടി മിഠായി തുടങ്ങിയ സാധനങ്ങൾ, അതിൻ്റെ ബിസിനസ്സാണ് പുള്ളിക്ക്. പിന്നെ ഈ നട്ട്സ്, ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നുള്ള സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, അതിൻ്റെയൊക്കെ ബിസിനസ്സാണ് നൗഷാദിന്. അവർ രണ്ടുപേരും അവിടെ ഡോക്കിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയാണ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചില ഷോട്ടുകളൊക്കെ, ഈ യാത്രയിലാണ് ഏറ്റവും അധികം എൻ്റെ ഷോട്ടുകളുള്ളത്. പിന്നീടുള്ള യാത്രകൾക്കും അതിനു മുമ്പുള്ള യാത്രകളിലും ഒക്കെ എനിക്ക് എൻ്റെ ഷോട്ടുകൾ കുറവാണ്. കാരണം ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വീഡിയോകൾ കുറവാണ്. ഞങ്ങൾ ഡോക്കിൽ നിന്ന് ഈ പ്രഭാതത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഷോട്ടുകളൊക്കെ എടുത്തു. ചിലിയും അർജൻറ്റീനയും മാറി മാറിയിട്ടാണ് ഈ കപ്പൽ അടുത്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ അർജൻറ്റീനയിലാണ് ഗോഡ് ഫാം കാണാൻ പോയത്. ഇനി അടുക്കാൻ പോകുന്നത് ചിലിയാണ്. പുണ്ടോ അരീന എന്ന് പറയുന്ന സ്ഥലമാണ് ചിലിയിലെ. ആ പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കപ്പലിൽ നിന്ന് തന്നെ ചിലിയുടെ തീരം കാണാൻ തുടങ്ങി. ഇത് ചിലിയുടെ തീരമാണ്. മഗല്ലൻ സ്ട്രേറ്റ് എന്ന് പറയുന്ന കടലിടുക്കിലാണ് നമ്മളുള്ളത്. മുൻപ് അമേരിക്കയിലേക്ക് മറ്റു വൻകരകളിലേക്കൊക്കെ പോകാൻ ഒരുപാട് ചുറ്റി വളഞ്ഞ് പോകണമായിരുന്നു. ഈ കടലിടുക്ക് ആദ്യമായിട്ട് യൂറോപ്യൻസ് കണ്ടുപിടിച്ചത് മഗല്ലനിലൂടെയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഷോർ എക്സ്കർഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ തീരത്തിൻ്റെ പ്രത്യേകത, ഇവിടെ കപ്പലിന് തീരത്തോട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ ആഴക്കടലിൽ നങ്കൂരം ഇട്ടിട്ട്, ഇപ്പോൾ നങ്കൂരം ഇട്ട് കിടക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ബോട്ടിൽ കയറിയിട്ട് കരയിലേക്ക് യാത്ര ചെയ്യും. കരയിലിറങ്ങും. എന്നിട്ട് ബോട്ടിൽ പോയിട്ട് കരയിലിറങ്ങിയിട്ട് അവിടെ കാണാനുള്ള 12 സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരും. ഇവിടെ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് ഈ പോർട്ടിൽ അടുക്കില്ല. അപ്പോൾ കടലിൽ ഷിപ്പ് പാർക്ക് ചെയ്തിട്ട്, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ഡോക്കിലൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ വലിയ ബോട്ടുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പറയും ഇത് ടൈറ്റാനിക് പോലെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള
ബോട്ടുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പറയായിരുന്നു. പക്ഷേ അന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ബോട്ടുകൾ ഞങ്ങളെ കരയിലേക്ക് ഷോർ എക്സ്കർഷന് കൊണ്ടുപോകാനുള്ളതാണ്. മറ്റേതുപോലെ വാർഫിൽ അടുക്കുകയും അവിടുന്ന് ബസ്സിൽ കയറുകയല്ല, ഷിപ്പിൽ നിന്ന് ഈ ബോട്ടിലേക്ക് കയറി ഈ ബോട്ട് കരയിലേക്ക് കൊണ്ടുപോകും. ഈ ബോട്ടുകളൊക്കെ വലിയ ക്രെയിൻ, കപ്പലിൽ തന്നെയുള്ള വലിയ ക്രെയിൻ ഉപയോഗിച്ച് വലിയ വടത്തിൽ താഴോട്ട് ഇരുമ്പിൻ്റെ വടത്തിൽ കടലിലേക്ക് ഇറക്കും. എന്നിട്ടാണ് നമ്മളിതിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പൊണ്ടോ അരീനയിലേക്ക് ആ ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്തു. ആ ബോട്ടിലിരുന്ന് ദൂരെ നമ്മുടെ കപ്പൽ കിടക്കുന്നു, ബോട്ട് കപ്പലിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. നമ്മുടെ വീട് ഉപേക്ഷിച്ച് പോകുന്നത് പോലെയുള്ളൊരു തോന്നലാണ്. കപ്പൽ ഇങ്ങനെ പുറകിൽ നമുക്ക് ഇതിൻ്റെ അഴുക്ക് പിടിച്ച കണ്ണാടി ചില്ലിലൂടെ, ജനൽ ചില്ലിലൂടെ നമുക്ക് ദൂരെ നമ്മുടെ കപ്പൽ കിടക്കുന്നത് കാണാം. അങ്ങനെ ഈ ബോട്ടിൽ നമ്മൾ ഒരു 10-50 പേര് കയറും. ആ ഒരു ബോട്ടിൽ, വലിയ ബോട്ടാണ്. ആ ബോട്ടിൽ നമ്മൾ പൊണ്ടോ അരീനയിൽ ചെന്നിറങ്ങി. വാർഫിലേക്ക് നമ്മൾ കയറുമ്പോൾ വലിയ ടാങ്കർ ലോറികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണത് നമുക്ക് കാണാം. ആ വാർഫിലൂടെ കുറേ ദൂരം നടക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഒരു സ്റ്റേഷൻ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മളുടെ ടിക്കറ്റ് കാണിക്കണം. അവിടെ ഇറങ്ങാനുള്ള ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് നമ്മളവിടെ കാണിക്കണം. അവിടെ ഒരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസകരമാണ്. ഈ കടലിൽ ഈ തിമിംഗലം ഇങ്ങനെ ഊളയിടുമ്പോൾ അതിൻ്റെ വാല് പുറത്തേക്ക്, വാല് മാത്രം കാണും. ആ വാലാണ്, തിമിംഗലത്തിൻ്റെ വാലാണ് ഇവരുടെ സിമ്പൽ. അത് അവിടെ വളരെ വലിയ അതിൻ്റെ ഒരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ബസ്സിലാണ് കൊണ്ടുപോയത്. ബസ്സിൽ കുറേ ദൂരെയുള്ള സ്ഥലത്തേക്ക് ഈ പുണ്ട അരീനയിലൂടെ അതിൻ്റെ ടൗൺ സ്ക്വയറിലേക്ക് കൊണ്ടുപോയി. That because the Spanish town didn't hold the people that were enslaved at that time. Okay, we took all the water of the adventure, and the discovery ടൗൺ സ്ക്വയറിൽ മെഗല്ലൻ്റെ വലിയൊരു സ്റ്റാച്യു കാണാം. ആ സ്റ്റാച്യു കണ്ടു. ആ സ്റ്റാച്യുവിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. പാറ്റഗോണിയൻ റീജിയനിലെ ഒരു ടൗൺ സ്ക്വയറാണിത്, സിറ്റി സ്ക്വയർ. ഈ സിറ്റി സ്ക്വയറിൽ മെഗല്ലൻ്റെ ഒരു മോണുമെൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ്. അദ്ദേഹമാണ് ആ മീത നിൽക്കുന്നത്. മെഗല്ലൻ യാത്ര ചെയ്ത കപ്പലിൻ്റെ മോഡലുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് മെഗല്ലൻ യാത്ര ചെയ്ത കപ്പലിൻ്റെ അതേ മരം, അതുണ്ടാക്കാൻ ഉപയോഗിച്ച അതേ മരം കൊണ്ട് അതേ പാറ്റേണിൽ അതിൻ്റെ മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാനാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ തന്നെ ഈ വാർഫിൽ, അല്ല ഈ കടൽ തീരത്ത് കേടായിപ്പോയ, പുതിയ കാലത്തെ കേടായ ചില കപ്പലുകൾ അവിടെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലിയിലെ പെൻറ്റഗോണിയ തീരത്ത് മെഗല്ലൻ വന്നിറങ്ങിയ കപ്പലിൻ്റെ മോഡലുകൾ സൂക്ഷിച്ചിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് മെഗല്ലനസ് 3 എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് കേടായി പോയ ഒരു ഷിപ്പാണ് കിടക്കുന്നത്. എസ്ട്രേക്കോ ഡെ മെഗല്ലനസ്. ഇത് അദ്ദേഹം വന്ന
കപ്പലിനെ മോഡൽ ചെയ്തിരിക്കുകയാണ്. കപ്പലിൻ്റെ മോഡൽ ചെയ്തിരിക്കണം. നമുക്ക് അതിൻ്റെ മീതിലേക്ക് കയറാൻ ഉള്ളിൽ കയറാം. മഗല്ലൻ്റെ കപ്പലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അന്നത്തെ കടൽ യാത്ര, അതായത് 1500-കളിൽ കടലിൽ അവർ യാത്ര ചെയ്തിരുന്നത് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ, വെള്ളം കുറേ കാലത്തേക്കുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്നല്ലാതെ ഭക്ഷണം ലിമിറ്റഡായിട്ട് വെള്ളം ഉപയോഗിക്കാത്ത, മറ്റേ ചൂടുവെള്ളം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഈ അതിൻ്റെ ഉള്ളിൽ അവർക്ക് കിടക്കാനുള്ള സൗകര്യമോ ഒക്കെ നിലത്ത് ഈ മരത്തിൻ്റെ ഈ ഇതിലൊക്കെ കിടക്കണം. ചില ചാക്കുകെട്ടിലൊക്കെ ചാക്കൊക്കെ വിരിച്ചിട്ടായിരിക്കും അന്ന് കിടന്നിട്ടുണ്ടാവുക. എത്ര സാഹസികരായിരുന്നു അവർ എന്നുള്ളത് ആ കപ്പൽ കണ്ട മനസ്സിലാവും. മഗല്ലൻസ് സ്ട്രെയിറ്റ്, ബീഗിൾ ചാനൽ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഏഷ്യയിലേക്ക് അമേരിക്കയിലേക്കുള്ള യൂറോപ്പിൽ നിന്നുള്ള ദൂരം കുറഞ്ഞത്. ശരിക്കും ചുറ്റിത്തിരിഞ്ഞാണ് പോകേണ്ടത്. അവരുടെ ലക്ഷ്യം സ്പൈസസ് അന്വേഷിച്ചിട്ടാണ് അവർ ഈ കപ്പലിൽ യാത്ര പുറപ്പെട്ടത്. ലക്ഷ്യം ഇന്ത്യ അല്ലെങ്കിൽ ആഫ്രിക്കയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ കറങ്ങിത്തിരിഞ്ഞ് ഈ വഴിയിലൂടെ അമേരിക്കയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കപ്പലിൻ്റെ യാത്ര ഒരു പ്രശ്നമില്ലാണ്ടായി. ദൂരം വളരെ കുറഞ്ഞു. മറ്റത് ഒരുപാട് മാസങ്ങൾ എടുത്തിട്ടാണ് ഓരോരോ സ്ഥലത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഈ ബീഗിൾ ചാനലും മഗല്ലൻസ് സ്ട്രെയിറ്റും ഒക്കെ ആ യാത്രയിൽ കണ്ടുപിടിച്ചതാണ്. ഇത് മഗല്ലൻ്റെ ഷിപ്പിൻ്റെ ഒരു മിനിയേച്ചറാണ്. ഷിപ്പിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ ഒരു പാറ്റേൺ സാധനങ്ങളാണ്. ചിലിയിലെ പാറ്റഗോണിയ റീജിയണിൽ കടലിന് അഭിമുഖമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാം ഭംഗിയുള്ള കളേഴ്സാണ് അവിടെ. സഞ്ചാരികൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ. കടലിൽ ദൂരെ കിടക്കുന്ന ഷിപ്പാണ് ഞങ്ങളുടെ ഷിപ്പ്, നോർവീജിയൻ സ്റ്റാർ. ഇവിടുന്ന് നമ്മൾ ഈ കപ്പലും മഗല്ലൻ്റെ മോഡലൊക്കെ കണ്ട് ടൗൺ സ്ക്വയറിൽ പോയി മഗല്ലൻ്റെ പ്രതിമയും ടൗൺ സ്ക്വയറൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് കപ്പലിലേക്ക് തന്നെ മടങ്ങി. രാത്രി വീണ്ടും പതിവ് കലാപരിപാടികൾ, ഭക്ഷണം, വൈൻ ഒക്കെ ആയിട്ട് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് ഷോർ എക്സ്കർഷൻ പുറത്ത് പോകുന്നത്. 12 മണി 2 മണി സമയത്താണ് ഞങ്ങൾക്ക് ഷോർ എക്സ്കർഷൻ. അപ്പോൾ രാവിലെ ഇങ്ങനെ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിന്ന് നോക്കുമ്പോൾ ദൂരെ മഞ്ഞുമലകൾ കാണാൻ തുടങ്ങി. അന്റാർട്ടിക്കയുടെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ദൂരെ മലകളുടെ മീതേക്ക് മഞ്ഞുണ്ടായിരുന്നു. ഐസ് വീണ് കിടക്കുന്ന മലകളൊക്കെ കാണാൻ തുടങ്ങി. ഈ കടലിലൂടെ ആൽബട്രോസ് എന്ന് പറയുന്ന പക്ഷി വെള്ളത്തിലൂടെ പറക്കുന്നതിൻ്റെ മനോഹരമായ ഒരു ഷോട്ടൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ കപ്പൽ ഓഷുവായയുടെ തീരത്തേക്ക് അടുക്കുകയാണ്. ഓഷുവായ എഗെയിൻ അർജൻറ്റീനയുടെ ഐലൻഡാണ്. ഓഷുവായ എന്ന് പറയുന്ന സദേൺ മോസ്റ്റ് എൻഡിലെ അവസാനത്തെ ജനവാസമുള്ള ഏരിയയാണ്. അവിടെ കപ്പലെടുത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ആ സ്ഥലത്ത് ഇറങ്ങും. ഓഷുവായ സദേൺ മോസ്റ്റ് എൻഡിലെ ജനവാസ കേന്ദ്രം. ഇത് കഴിഞ്ഞാൽ പിന്നെ ജനവാസമില്ല. ഓഷുവായ പറയുന്നത് സദേൺ എൻഡ് ഓഫ് ദ വേൾഡ് എന്നാണ്. ജനവാസമുള്ള ലോകത്തിൻ്റെ തെക്കേ അറ്റം, ജനവാസമുള്ള അവസാന നഗരം എന്ന് വേണമെങ്കിൽ ഓഷുവായെ പറയാം. പക്ഷെ ശരിക്ക് സദേൺ മോസ്റ്റ് എൻഡ് അല്ല ഓഷുവായ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമം ഉണ്ടെന്നാണ് പറയുന്നത്. 2000-ഓളം ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ട്. അതാണ് ശരിക്കും സദേൺ മോസ്റ്റ് എൻഡ്. പക്ഷെ അവിടേക്ക് ആരും പോകാറില്ല, അങ്ങോട്ട് പോകാനും പറ്റില്ല. അപ്പം വളരെ ചെറിയൊരു ഗ്രാമം ആൾത്താമസമുള്ളത് ഓഷുവായ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരാണ് എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിത് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഈ ബോർഡുകളൊക്കെ മേടിക്കാൻ കിട്ടും.
എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് ഓഷോയ എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചില ബോർഡുകളും ക്യൂരിയസൊക്കെ കിട്ടും. അങ്ങനെ ഓഷോയിൽ ഞങ്ങൾ ചെന്നിറങ്ങി. ഓഷോയിൽ നിന്ന് ഞങ്ങളെ കാത്ത് നിൽക്കുന്ന ബസ്സിൽ ഗൈഡൊക്കെ ഉണ്ട്. അവർ ഓഷോയ നഗരത്തിനുള്ളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. On board the train. We are not coming back to this train station. യാത്ര ചെയ്ത് പോകുന്നത് ഒരു റെയിൽവേ ലൈനുണ്ട്. ആ റെയിൽവേ ലൈൻ ഓഷുവായുടെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഷുവായ പണ്ട് സൗത്ത് അമേരിക്കയിലെ കുറ്റവാളികളെ ജയിലിൽ പാർപ്പിച്ചിരുന്ന വലിയൊരു ജയിൽ മാത്രമായിരുന്നു ഓഷുവായിൽ ഉണ്ടായിരുന്നത്. വലിയ കുറ്റകൃത്യങ്ങൾ, ഒരുപാട് ദീർഘവർഷങ്ങൾ ജാമ്യമില്ലാത്ത തടവ് ലഭിച്ചിട്ടുള്ള ആളുകൾ താമസിപ്പിച്ചിരുന്നത് ഓഷുവായിലാണ്. ഓഷുവായിൽ അതികഠിനമായ തണുപ്പാണ്. നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടെമ്പറേച്ചർ. പക്ഷേ വിൻ്റർ എന്ന് പറയുന്നത് അതികഠിനമാണ്. ആ സ്ഥലത്ത് ജയിലിൽ ഈ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്നു. ഈ കുറ്റവാളികളെ കൊണ്ട് കഠിനമായ ജോലികളാണ്, കഠിന ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള ആൾക്കാരാണ്. ഈ കാട്ടിലെ മരങ്ങൾ മുറിക്കും. അതിനു വേണ്ടിയിട്ട് അവിടെ റെയിൽവേ ഉണ്ട്, ചെറിയ ട്രാക്കുകൾ. അത്രയും ചെറിയ ടോയ് ട്രെയിൻസ് പോലെയുള്ള ട്രെയിനുകൾ ആദ്യമായിട്ട് ഞാൻ കാണുന്ന അവിടെ നിന്നാണ്. 5 or 6 ഓപ്പൺ ബോഗീസുള്ള ചെറിയ ടോയ് എൻജിൻ. ഇതിൽ മരങ്ങളും തടികളൊക്കെ, ഈ കാടിനുള്ളിൽ നിന്ന് മുറിക്കുന്ന തടികളൊക്കെ കയറ്റി ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ ട്രെയിനിലായിരുന്നു. 1947 ഗവൺമെൻറ് ആ ജയിൽ അവസാനിപ്പിച്ചു. ജയിൽ അവസാനിപ്പിച്ചപ്പോൾ ഇവിടെയുള്ള ഈ 10, 20, 30 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ടുള്ള ഈ കുറ്റവാളികളുടെ ജീവിതമൊക്കെ വലിയ പ്രതിസന്ധിയിലായി എന്നാണ് പറയുന്നത്. കാരണം ഇവർ കുറേ പേര് അവിടെ തന്നെ മരിച്ചുപോയി, അവിടുത്തെ കൊടും തണുപ്പിലൊക്കെ മരിച്ചുപോയി. ഈ കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു. ഈ ആളുകളെയും ജയിൽ അവസാനിപ്പിച്ചോട് കൂടിയിട്ട് ഇവിടെ ഈ ജയിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ജോലികളും ചെയ്ത് ജീവിച്ചിരുന്ന ഈ ആൾക്കാർ വേറെ ഒരു ജീവിതമാർഗം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും ഓഷോയിൽ നിന്ന് തിരിച്ച് അർജൻറ്റീനയിലേക്ക് തന്നെ പോയി. അങ്ങനെ ഓഷോയ വിജനമായി. അങ്ങനെ വീണ്ടും ഓഷോയിൽ ജനവാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയെ ഓഷോയിലേക്ക് പറിച്ചു നട്ടു. അപ്പോൾ ഈ ആ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഓഷോയെ ഇന്ന് കാണുന്ന ടൗൺഷിപ്പായി മാറി. അപ്പം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അർജൻറ്റീനിയൻ ഗവൺമെൻറ് കുറച്ച് പരാജയപ്പെട്ടു. അപ്പോൾ കുറേ പേര് തിരിച്ചുപോയി. അങ്ങനെ കുറേ കാലത്തെ സ്ട്രഗിളിന് ശേഷമാണ് ഓഷോയ ഇന്ന് കാണുന്ന ഓഷോയായിട്ട് പരിണമിച്ചത്. ഓഷോയയിലെ നാഷണൽ ഗാർഡൻ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള അരുവികളും പുൽമേടുകളും വനവും ഒക്കെ ഉള്ള ആ സ്ഥലത്ത് കൂടെ ഞങ്ങൾ പണ്ട് ജയിൽ പുള്ളികളെ കൊണ്ടുപോകാനും ജയിൽ പുള്ളികൾ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മരങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ ട്രാക്ക് വിപുലമാക്കി. അത് ഒരു 10-15 കമ്പാർട്ട്മെൻറ്റുകളുള്ള, നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന ടോയ് ട്രെയിൻ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു നാരോ ഗേജ് ട്രെയിൻ പോകുന്നുണ്ട്. ആ ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ അവിടെ എത്തിയപ്പോൾ ഗൈഡ് പറഞ്ഞു, ബസ്സിലുള്ള നിങ്ങളുടെ എല്ലാ സാധനങ്ങളും എടുക്കണം, കാരണം നമ്മളിനി തിരിച്ച് ഇങ്ങോട്ട് വരില്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവിടെ വേറെ ബസ് വന്ന് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ കയ്യിലെടുക്കണം എന്ന്. അങ്ങനെ ഞങ്ങൾ ബാഗും ക്യാമറയും കിറ്റും സാധനങ്ങളൊക്കെ ആയിട്ടാണ് ട്രെയിനിൽ കയറിയത്.
Compartiremos con ustedes esta historia nacida de la mano de la ciudad de Ushuaia, reviviendo el último tramo del viaje diario de los convictos. Por favor, permanezcan sentados durante todo el trayecto. ട്രെയിനിലുള്ള യാത്ര വളരെ മനോഹരമാണ്. ഈ അരുവികളുടെ തീരത്തൊക്കെ ആളുകൾ ടെൻ്റൊക്കെ അടിച്ചിട്ട്, ഈ ഓഷോയിൽ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ അവധി ദിവസം കുടുംബവുമായിട്ട് ആ പുൽത്തകടിയിൽ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നു. ചിലർ മീൻ പിടിക്കുന്നു, കുട്ടികൾ വന്ന് ഫുട്ബോൾ കളിക്കുന്നു. അങ്ങനെ വളരെ എന്താ പറയണ്ട, ഒരു സ്വർഗതുല്യമായ ഒരു സ്ഥലം പോലെ തോന്നിക്കും. നല്ല ശുദ്ധമായ വായു ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ട്രെയിനൊന്ന് നിർത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തോ കാര്യമായ സാധനം കാണാനുണ്ടെന്ന് വിചാരിച്ച എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൻ്റെ എൻജിൻ്റെയും ട്രെയിനിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് എടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ അവിടെ എന്തോ കാണാനുണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാവരും തിരക്കിട്ട് തിക്കി തിരക്കി മുകളിലേക്ക് കയറി. അവിടെ ചിലപ്പോൾ അവിടെ ഒന്നുമില്ല, അത് കാടിനുള്ളിലൂടെ നടക്കാൻ ട്രക്കിംഗ് പോലെ ചെയ്യാനുള്ളൊരു സൗകര്യം മാത്രമാണ്. വേറെ ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല. കാട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക്. സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കുഞ്ഞു ട്രെയിനാണ്. ചെറിയ ട്രെയിനുകളുടെ ഒരു ലോകമാണത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ യാത്രികർ കപ്പലിൽ ഇരിക്കുകയും കിടക്കുകയും ചെയ്ത് പിന്നെ ബസ്സിലിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിലിരുന്ന് ചടയ്ക്കുന്ന യാത്രികർക്ക് ഒരു വ്യായാമമാവട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്റ്റോപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ കയറി. ആ ട്രെയിൻ ചെന്ന് ഒരു പോയിന്റിൽ നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ആണ് ഞങ്ങൾ ആ ഗംഭീരമായ സ്ഥലത്തേക്ക് പോകുന്നത്. ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസ് ഇതാണ്. ലോകത്തിലെ ഏറ്റവും അറ്റത്തെ ഏറ്റവും അവസാനത്തെ പോസ്റ്റ് ഓഫീസ് ഓഷുവായ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്, അർജന്റീന. സ്ഥലത്തിൻ്റെ പ്രത്യേകത മലകൾ, കടല്, പിന്നെ കാട് എല്ലാം ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇത്. ആൻഡീസ് പർവ്വതനിരകളാണ് ജനവാസമുള്ള ലോകത്തിൻ്റെ തെക്കേ അറ്റം. ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ
കാലി ബാക്ക് പേജിൽ എൻഡ് ഓഫ് ദ വേൾഡ് ഓഷുവായ എന്ന് പറഞ്ഞിട്ടുള്ള സീലടിച്ച് തരും. പിന്നെ അവിടുന്ന് കാർഡുകൾ, പോസ്റ്റ് കാർഡുകൾ കിട്ടും. പോസ്റ്റ് കാർഡുകൾ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യാം. നാട്ടിലേക്ക് അവിടുന്ന് കാർഡ് മേടിച്ചിട്ട് നാട്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആളുകളുടെ ഭയങ്കര ക്യൂ. അവിടെ പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്. ഓഷുവായുടെ അത്ര തന്നെ പ്രായമുണ്ടെന്ന് തോന്നും. വലിയ കപ്പട, നരച്ച കപ്പട മീശയും ഒക്കെ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ സീലടി എന്ന് പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചു നേരമൊക്കെ നിന്നു. അദ്ദേഹം സീൽ ചെയ്യുന്നതും ആൾക്കാർ സീൽ ചെയ്ത് വാങ്ങുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ പോയില്ല, കാരണം ഭയങ്കര ക്യൂ ആണ്. നമ്മൾ ക്യൂ ലംഘിച്ചിട്ട് കയറാനും പാടില്ലല്ലോ. ഞങ്ങൾക്ക് പോകേണ്ട സമയമായതുകൊണ്ട് ഞാൻ കാർഡൊന്നും അയച്ചില്ല. അങ്ങനെ ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസും ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് മാസ്റ്ററേയും കണ്ടിട്ട് ഞങ്ങൾ ഓഷുവായിൽ നിന്ന് തിരിച്ചു മടങ്ങി.